വിക്ടർ ഹ്യൂഗോയുടെ നോട്രെദാമിലെ കൂനൻ അഥവാ ദ ഹഞ്ച് ബാക്ക് ഓഫ് നോട്രെദാമെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതിനാൽ ഈ കഥ ഓഡിയോ ബുക്കായി അവതരിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വൈരൂപ്യം പ്രാപിച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു മനുഷ്യന്റെയും അതീവ സുന്ദരി എന്ന് കരുതപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെയും പ്രണയത്തിന്റെ കഥ. ലൂയി 16 കാലത്ത് പണിതീർത്ത നോത്രദാമിലെ കൂറ്റൻ പള്ളിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. വൈരൂപ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും ഒരു ക്ലാസിക് ആവിഷ്കാരം തന്നെയാണ് നോത്രദാമിലെ കൂനൻ എന്ന ഈ കഥ. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം, നിങ്ങൾ ഇതുവരെ വായിച്ചതിൽ വെച്ച് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച ഒരു കഥ ഏതാണെന്ന് ഇവിടെ കമന്റ് ചെയ്യാമോ? കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫ്രഞ്ച് സാഹിത്യകാരനായ വിശ്വപ്രശസ്തനായ വിക്ടർ ഹ്യൂഗോയുടെ നോത്രദാമിലെ കൂനനിലേക്ക് പോകാം. 1482 ജനുവരി 6 പാരീസിന് പൊതു ഒഴിവു ദിവസമായിരുന്നു. പണ്ടു മുതലേ എല്ലാ വർഷവും ജനുവരി 6 ക്രിസ്തു ദർശന ആഘോഷവും വിഡ്ഢികളുടെ ദിനാചരണത്തോടനുബന്ധിച്ചുള്ള ഉത്സാഹവും അത്യുത്സാഹത്തോടെ ജനങ്ങൾ കൊണ്ടാടിയിരുന്നു. ആ വർഷത്തെ പരിപാടിക്ക് ഭരണകൂടം പതിവിൽ കവിഞ്ഞ പ്രാധാന്യം നൽകി. ഫ്ലമിഷ് രാജദൂതന്മാരുടെ പാരീസ് സന്ദർശനമാണ് അതിന് കാരണം. ആളുകൾ രാവിലെ ഉറക്കമെഴുന്നേറ്റത് തന്നെ നഗരത്തിലെ സകല പള്ളികളിൽ നിന്നും ഉയരുന്ന ഗംഭീരമായ മണിമുഴക്കം കേട്ടുകൊണ്ടാണ്. വിദേശത്തു നിന്നും വിശിഷ്ടാതിഥികൾ സന്ദർശനത്തിനെത്തുമ്പോൾ മാത്രമേ ഇതുപോലെ എല്ലാ മണികളും ഒരുമിച്ച് മുഴങ്ങാറുള്ളൂ. പ്ലാസ്ക് ഗ്രേവിലെ നീതിന്യായ കൊട്ടാര ഹാളിലാണ് ആഘോഷ പരിപാടികൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഫ്ലമിഷ് രാജദൂതന്മാരുടെ ബഹുമാനാർത്ഥം അവിടെ വെച്ച് ആശ്ചര്യ നാടകം, ഊമയാട്ടം, പ്രഹസനം എന്നീ പരിപാടികൾ നടത്തി അവരെ രസിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ബുർബോണിലെ കർദിനാളിന്റെ മേൽനോട്ടത്തിൽ ചെയ്തിരുന്നു. പൊതുസ്ഥലങ്ങളിൽ തമ്പേറടിച്ച് അക്കാര്യം തലേന്നാൾ തന്നെ വിളംബരം ചെയ്തു. ജനുവരി 6 രാവിലെ തന്നെ കൊട്ടാരം ഹാളിലേക്കുള്ള തെരുവുകളെല്ലാം ജനനിബിഡമായി. വിവിധ കലാപരിപാടികൾ കാണാനുള്ള അഭിനിവേശം ആളുകളുടെ മുഖത്ത് പ്രകടമായിരുന്നു. അധികം പേർക്കും വിഡ്ഢിപ്പാപ്പായുടെ തിരഞ്ഞെടുപ്പ് കാണാനായിരുന്നു കൂടുതൽ കൗതുകം. നേരം വെളുത്തതു മുതൽ കൊടും തണുപ്പിനെ കാര്യമാക്കാതെ ഹാളിനു ചുറ്റും ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ ആരംഭിച്ചു. വേറെ ചിലർ തലേന്ന് രാത്രി തന്നെ ഉറക്കമിളച്ചുകൊണ്ട് പ്രധാന വാതിലിനു മുന്നിൽ വരിവരിയായി നിന്നു. ഏതു വിധത്തിലെങ്കിലും ഹാളിനുള്ളിൽ കടന്നുകൂടുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം. കൊട്ടാരത്തിലെ മണി 12 അടിച്ചു കഴിഞ്ഞാലേ നാടകം തുടങ്ങുമായിരുന്നുള്ളൂ. എല്ലാവരും ഉച്ചമണി അടിക്കുന്നതും കാത്തുനിന്നു. ആൾക്കൂട്ടം നിമിഷം പ്രതി കൂടാൻ തുടങ്ങി. കൊട്ടാരത്തിന്റെ പടികളിൽ നിന്നവർ കിടുകിടെ വിറച്ചു. കുറെ പേർ ഉത്തരത്തിലും മേൽക്കൂരയിലും ഉന്തി നിൽക്കുന്ന മറ്റു ഭാഗങ്ങളിലും എത്താനുള്ള ശ്രമം നടത്തി. ചിലർ വളരെ നേരം കാത്തുനിന്നതിന്റെ മുഷിച്ചിലകറ്റിയത് ചവിട്ടിയും ഇടിച്ചും ഞെരുക്കിയും മറ്റുമായിരുന്നു. വേറെ ചിലർ പരസ്പരം ശപിച്ചും ശകാരിച്ചും സമയം തള്ളി നീക്കി. പാരീസിലെ കൊടും തണുപ്പ്, ഭരണാധികാരികൾ തുടങ്ങിയ എത്രയോ കാര്യങ്ങൾ അവരുടെ ചർച്ചയ്ക്ക് വിഷയമായി. രസികരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു ജനലിന്റെ കണ്ണാടി കതകുകൾ തകർത്ത ശേഷം അതിന്റെ പടിയിൽ ആരെയും കൂസാതെ കയറിയിരുന്ന് വെടി പറഞ്ഞും മറ്റുള്ളവരെ കളിയാക്കിയും സമയം കഴിച്ചുകൂട്ടി. അവരിൽ സുന്ദരനും കൗശലം നിറഞ്ഞ നോട്ടവുമുള്ള ഷെഗാൻ ഫോളോ എന്ന ചെറുപ്പക്കാരൻ ഒരു തൂണിന്റെ മുകൾ ഭാഗത്തെ ചുറ്റുപടിയിൽ ഇരുപ്പുറപ്പിച്ചത് പലരും ശ്രദ്ധിക്കാനിടയായി. നാഴികമണി 12 അടിച്ചപ്പോൾ ഹാവൂ എന്ന് അവിടെ കൂടിയിരുന്ന ജനസഞ്ചയം ഒരേ സ്വരത്തിൽ പറഞ്ഞു. മറ്റുള്ളവരെ കളിയാക്കി രസിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളും ശബ്ദമുണ്ടാക്കാതെയിരുന്നു. അഗാധമായ ഒരു തരം നിശബ്ദത അവിടെയെങ്ങും ഞൊടിയിടയിൽ പരന്നു. ഉടനെ ഫ്ലെമിഷ് രാജദൂതന്മാർ എത്തിച്ചേരുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്കു വേണ്ടി ഒരുക്കിയിരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ആളുകളുടെ മുഖങ്ങൾ തിരിഞ്ഞു. അങ്ങനെ 1/4 മണിക്കൂർ കഴിഞ്ഞു. പ്ലാറ്റ്ഫോമിലേക്കോ സ്റ്റേജിലേക്കോ ആരും വന്നില്ല. നാടകം നാടകം എന്നാളുകൾ പതുക്കെ പറയാൻ തുടങ്ങി. കാത്തിരുന്ന് സഹികെട്ട ഒരു വിദ്യാർത്ഥി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നാടകം ഉടൻ തുടങ്ങണം. അത് കേട്ട് നാടകം നാടകമെന്ന് ആളുകളും മുറവിളി കൂട്ടാൻ തുടങ്ങി. അതേ വിദ്യാർത്ഥി വീണ്ടും ബഹളമുണ്ടാക്കി, ഉടൻ തന്നെ നാടകം തുടങ്ങേണ്ടിയിരിക്കുന്നു. തുടങ്ങുന്നില്ലെങ്കിൽ നമുക്ക് കൊട്ടാരം തഹസിൽദാരെ തൂക്കിലിടാം. കൈയടിച്ച് ആർപ്പ് വിളിച്ച് ഈ അഭിപ്രായത്തെ സദസ്യർ പിന്താങ്ങി. ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന സാർജന്മാരുടെ മുഖം വിളറി. അതിനിടെ
പ്രേക്ഷകരെയും സ്റ്റേജിനെയും വേർതിരിക്കുന്ന തടികൊണ്ടുള്ള ബലം കുറഞ്ഞ അഴി പൊളിച്ചുമാറ്റി അക്ഷമരായ ആളുകൾ സ്റ്റേജിലേക്ക് കയറാൻ തുടങ്ങി. തത്സമയം തിരശീല തള്ളി നീക്കിക്കൊണ്ട് ഒരു നടൻ രംഗത്തു വന്നു. അപ്പോൾ ആളുകൾ ശാന്തരായി കൗതുകത്തോടെ സ്റ്റേജിലേക്ക് ശ്രദ്ധിച്ചു. അയാൾ പ്രേക്ഷകരോട് ഉറക്കെ പറഞ്ഞു, മാന്യരെ, വിശുദ്ധ കന്യാമറിയത്തിന്റെ നല്ല വിധികൽപ്പന എന്നു പേരുള്ള വളരെ നല്ല ഒരു നാടകം ഞങ്ങൾ കർദിനാൾ തിരുമേനിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ജൂപ്പിറ്ററിന്റെ റോളിൽ രംഗത്ത് വരുന്നത് ഞാൻ തന്നെയായിരിക്കും. തിരുമേനിയും വിശിഷ്ടാതിഥികളും വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നാടകം തുടങ്ങും. ജൂപ്പിറ്ററിന്റെ വേഷത്തിൽ തന്നെയാണ് അയാൾ രംഗത്ത് വന്നത്. നാടകം ഉടൻ തുടങ്ങണം എന്ന് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു. തൂണിന്റെ മുകളിലത്തെ ചുറ്റുപടിയിലിരുന്ന വിദ്യാർത്ഥി ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, തുലയട്ടെ ജൂപ്പിറ്റർ, തുലയട്ടെ ബുർബോണിലെ കർദിനാൾ. പരുങ്ങലിലായ പാവം ജൂപ്പിറ്റർ പേടിച്ച് തന്റെ കയ്യിലിരുന്ന വജ്രായുധം താഴെയിട്ട് ശിരസിൽ അണിഞ്ഞിരുന്ന ആകർഷകമായ തൊപ്പി ഊരിപ്പിടിച്ച് വിറയാർന്ന സ്വരത്തിൽ ഒരുവിധം വിക്കി വിക്കി ഇത്രയും പറഞ്ഞൊപ്പിച്ചു. കർദിനാൾ തിരുമേനി വരുന്നതിനു മുമ്പ് നാടകം തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. നാടകം ഉടൻ തന്നെ തുടങ്ങിയില്ലെങ്കിൽ തന്നെ വെച്ച് പൊറുപ്പിക്കുകയില്ലെന്ന് അറിയാമായിരുന്ന ജൂപ്പിറ്റർ ആകെ വിരണ്ടു. എന്തു ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു. വിശിഷ്ടാതിഥികൾ എത്രയും വേഗം എത്തിച്ചേരാൻ അയാൾ പ്രാർത്ഥിച്ചു. അന്നേരം ചടച്ച് ഉയരം കൂടിയ ഒരു ചെറുപ്പക്കാരൻ ജൂപ്പിറ്ററിന്റെ അടുത്ത് ചെന്ന് അയാൾക്കു മാത്രം കഷ്ടിച്ച് കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞു, നാടകം ഉടനെ തുടങ്ങണം. അധികാരികളോട് ഞാൻ സമാധാനം പറഞ്ഞുകൊള്ളാം. ജൂപ്പിറ്റർ വീണ്ടും ജനക്കൂട്ടത്തെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മാന്യ പൗരന്മാരെ, നാടകം ഉടനെ തുടങ്ങും. തൽക്ഷണം ഹാൾ കരഘോഷം കൊണ്ട് മുഖരിതമായി. കിളിരം കൂടിയ മെലിഞ്ഞ ചെറുപ്പക്കാരൻ ഒരു ചെറു പുഞ്ചിരിയോടെ സ്റ്റേജിൽ നിന്നും പിൻവാങ്ങുകയും പ്രേക്ഷകരുടെ കൂട്ടത്തിൽ ചെന്ന് ഒരു തൂണിൽ ചാരി അലസമായി നിൽക്കുകയും ചെയ്തു. ആ സമയത്ത് ഒരു യുവതി അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തെപ്പറ്റി യുവാവിനോട് അഭിപ്രായം ആരാഞ്ഞു. യുവാവിന്റെ മുഖം തുടുത്തു. സ്വരത്തിൽ ഗാംഭീര്യം കലർത്തിക്കൊണ്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത് ഞാൻ എഴുതിയ നാടകമാണ്. ഇതിനു മുമ്പ് രംഗത്ത് അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടായില്ല. വീർ ഗ്രിൻഷ്വാർ എന്നാണ് എന്റെ പേര്. നാടകം ഉടനെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടും തുടങ്ങാത്തത് കണ്ട് ആളുകൾ അക്ഷമരായി. സ്റ്റേജിന്റെ ഒരറ്റത്ത് നിന്നിരുന്ന ഒരു നടനെ നോക്കി ആരോ വിളിച്ചു പറഞ്ഞു, എടോ ജൂപ്പിറ്ററെ, താൻ വായും പൊളിച്ച് എന്തിനാണിങ്ങനെ നിൽക്കുന്നത്? താൻ തന്റെ പരിപാടി തുടങ്ങുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞങ്ങളുടെ പരിപാടി തുടങ്ങുവാൻ പോവുകയാണ്. പൊടുന്നനെ വാദ്യസംഗീത ഉപകരണങ്ങളിൽ നിന്നും മധുരനാദം പുറപ്പെട്ടു. ഒരൽപ്പം കഴിഞ്ഞ് അണിഞ്ഞൊരുങ്ങിയ 4 നടന്മാർ രംഗത്ത് വന്നു. അവർ എന്തോ പറയുന്നുണ്ടായിരുന്നു. അവരെന്തു പറയുന്നു എന്നുള്ളതിൽ ആളുകൾക്ക് താല്പര്യമില്ലായിരുന്നു. ബഹളം കാരണം ആർക്കും ഒന്നും വ്യക്തമായി കേൾക്കാനും കഴിഞ്ഞില്ല. നടന്മാരുടെ നിറപ്പകിട്ടാർന്ന വേഷത്തിലായിരുന്നു ജനശ്രദ്ധ പതിഞ്ഞത്. അന്നേരം കീറി പറഞ്ഞ വേഷത്തിൽ ഒരു തെണ്ടി ഒരു കൈവരിയിൽ കയറി നിന്നുകൊണ്ട് വലത്തെ കൈയിലെ വൃത്തികെട്ട വ്രണത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടു. യാചകൻ വ്രണമുള്ള കയ്യിൽ പിടിച്ചിരുന്ന മുഷിഞ്ഞ തൊപ്പി നീട്ടി കണ്ണ് പകുതി അടച്ച് ധർമ്മം തരണേ എന്ന് യാചിച്ചപ്പോൾ ഷഹാൻ ഫ്രോളോ ഒരു നാണയത്തൊട്ടെറിഞ്ഞു കൊടുത്തു. അത് തൊപ്പിക്കുള്ളിൽ തന്നെ വീഴുകയും ചെയ്തു. കാണികളുടെ ശ്രദ്ധ അരങ്ങത്തു നിന്നും യാചകന് നേരെ തിരിഞ്ഞതിനാൽ ഗ്രീൻഷ്വാറിന് കഠിനമായ നീരസവും അമർഷവും വിഷമവും തോന്നി. ബഹളം കാരണം നടന്മാർ അല്പനേരം പകച്ചു നിന്നപ്പോൾ ഗ്രീൻഷ്വാർ അവരോട് കയർത്തു, നാടകം തുടങ്ങിക്കൊള്ളൂ. നിർത്തിവെക്കാൻ ആരു പറഞ്ഞു? ഈ അവസരത്തിൽ പ്രദർശന ഹാളിലെ പ്രധാന കവാടം തുറന്ന് ദ്വാരപാലകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ബുർബോണിലെ കർദിനാൾ തിരുമേനി ഇതാ എഴുന്നള്ളുന്നു. കർദിനാൾ ഹാളിനുള്ളിലേക്ക് കടന്നു വന്നു. പിന്നാലെ വിശിഷ്ട അതിഥികളുമുണ്ട്. ആളുകൾ പുരോഹിതന്മാരുടെയും വിശിഷ്ട അതിഥികളുടെയും നേർക്ക് വിരൽ ചൂണ്ടി അവരുടെ പേരുകൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ജനുവരി 6 വിഡ്ഢികളുടെ ദിനമായി ആചരിക്കപ്പെടുന്നതിനാൽ അന്നേ ദിവസം ഏവർക്കും എന്ത് കോമാളിത്തവും കാണിക്കുന്നതിന്, അപമര്യാദയായി പെരുമാറുന്നതിന്, ഏതു വിഡ്ഢിത്തം വിളമ്പുന്നതിനും അനുവാദമുണ്ട്. തോന്നുന്നതെന്തും വിളിച്ചു പറയാം. അന്ന് ഒരു ദിവസത്തേക്ക് മാത്രം അങ്ങനെ ചെയ്യുന്നവർ കുറ്റവാളികളായി കണക്കാക്കപ്പെടില്ല, ശിക്ഷ ലഭിക്കുകയുമില്ല. ഫ്ലെമിഷ് രാജദൂതന്മാരുടെ തൊട്ടു പിന്നിൽ തുകലുടുപ്പ് ധരിച്ച നല്ല ഉയരമുള്ള ഒരാൾ നടന്നു പോകുന്നത് പലരും ശ്രദ്ധിക്കാനിടയായി. ദ്വാരപാലകൻ അയാളെ തടഞ്ഞു നിർത്തിയപ്പോൾ ചേർത്തുകൊണ്ട് അയാൾ ഉറക്കെ പറഞ്ഞു, ഞാനും പ്രതിനിധി സംഘത്തിലെ ഒരംഗമാണ്. അയാൾ കാവൽക്കാരനെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ടു പോകാൻ തുടങ്ങിയപ്പോൾ ആ മനുഷ്യനെ ആളുകൾക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല.
കാവലാൽ പിന്നെയും അയാളെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നിങ്ങൾ ആരാണ്? വിശിഷ്ടാതിഥികളുടെ തൊട്ടു പിന്നിൽ നിങ്ങൾ എന്തിനു നടക്കുന്നു? അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? ഷാക്കെ കോപ്പനോൾ എന്നാണ് എന്റെ പേര്. തുകലുകൊണ്ട് കയ്യുറ തയ്ക്കുന്ന ജോലിക്കാരനാണ്. ഇന്നത്തേക്ക് മാത്രം ഞാനും ഒരു വിശിഷ്ട അതിഥി തന്നെ. അയാളുടെ മറുപടി ശ്രോതാക്കളെ കുടുകുടെ ചിരിപ്പിച്ചു. അവർ കരഘോഷം മുഴക്കി അയാളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഒരു സാധാരണ തൊഴിലാളി പ്രഭുക്കളോടൊപ്പം ഞെളിഞ്ഞു നടക്കുന്ന കാഴ്ച സാധാരണക്കാർക്ക് രസവും ആവേശവും പകർന്നു. വിഡ്ഢികളുടെ ദിനം കൊണ്ടാടുകയും വിഡ്ഢികളുടെ പാപ്പായെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന അന്ന് ആർക്കും എന്തുമാകാമല്ലോ. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നാടകകൃത്ത് ആലോചിച്ചു. അല്പം മുമ്പ് നാടകം തുടങ്ങാൻ വൈകിയതുകൊണ്ട് ഭാരവാഹികളെ തൂക്കിലേറ്റാൻ ആവശ്യപ്പെട്ട അതേ ആളുകൾ തന്നെ ഇപ്പോൾ നാടകത്തെ പാടെ മറന്നിരിക്കുന്നു. ഷാക്കെ കോപ്പനോൾ ആൾക്കൂട്ടത്തെ നോക്കി അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ബഹുമാന്യരെ, നിങ്ങളെപ്പോലെ ഞാനും ഇവിടെ വന്നത് വിഡ്ഢിപ്പാപ്പായെ തിരഞ്ഞെടുക്കുന്ന രംഗം കാണുന്നതിനു വേണ്ടിയാണ്. അതിനുവേണ്ടി നാം ഉത്സാഹിച്ച് വളരെ നേരം കാത്തിരുന്നു. ഇനി വൈകാൻ പാടില്ല. വിഡ്ഢിപ്പാപ്പായെ നമുക്ക് ഉടനെ തന്നെ തിരഞ്ഞെടുക്കാം. നിങ്ങൾ എന്തു പറയുന്നു? ഏറ്റവും വിരൂപമായ വികൃതമായ മുഖമുള്ള ആളെ നാം വിഡ്ഢിപ്പാപ്പ ആയി തിരഞ്ഞെടുക്കും. നമ്മുടെ ഇടയിലും വിരൂപന്മാർ കുറവല്ലല്ലോ. ഈ അഭിപ്രായം നിങ്ങളുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നു. ജനം ഉത്സാഹത്തിമിർപ്പോടെ ആർത്തുല്ലസിച്ചുകൊണ്ട് ആവേശത്തോടെ കോപ്പനോളിന്റെ അഭിപ്രായത്തെ പിന്തുണച്ചു. വിഡ്ഢികളുടെ പാപ്പായെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും തന്റെ മുഖം ഒരു ചെറിയ ജാലകത്തിന്റെ വിടവിലൂടെ പ്രദർശിപ്പിക്കണം. ഒരു ജാലകത്തിന്റെ കണ്ണാടി ഉടച്ചു മാറ്റി ഇതിലേക്കായി നേരത്തെ വിടവുണ്ടാക്കിയിരുന്നു. ഷാക്കെ കോപ്പനോൾ ഗ്യാലറിയിൽ കയറി നിന്ന് വേണ്ട ക്രമീകരണങ്ങൾക്കായി നിർദ്ദേശം നൽകി. അന്തരീക്ഷമാകെ അനുനിമിഷം കലുഷിതമായി മാറുന്നത് കണ്ട് മനം മടുത്ത കർദിനാൾ എന്തോ അത്യാവശ്യ കാര്യത്തിന് അല്പനേരത്തേക്ക് പുറത്തേക്ക് പോവുകയാണെന്ന ഭാവത്തിൽ അനുയായികളോടൊപ്പം സ്ഥലം വിട്ടു. തിരഞ്ഞെടുപ്പിന്റെ ബഹളത്തിനിടയിൽ പൊതുജനം അതൊന്നും കണ്ടില്ല. തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കാൻ 1 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. മത്സരത്തിൽ പങ്കെടുത്തവർ ഓരോരുത്തരായി ജനൽപ്പഴുതിലൂടെ മുഖം പ്രദർശിപ്പിക്കാൻ ആരംഭിച്ചു. അതിനിടയിൽ പൊടുന്നനെ അത്യുച്ചത്തിൽ നീണ്ടുനിന്ന കരഘോഷം ഹാളിൽ മുഴങ്ങിക്കേട്ടു. തിരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന കോപ്പനോളിനും കൈയടിച്ച് അഭിനന്ദനം രേഖപ്പെടുത്താതിരിക്കാൻ കഴിഞ്ഞില്ല. കൈയടിക്കാത്തവരായി ഹാളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വിജയശ്രീ ലാളിതനായ ആ വിരൂപന്റെ മുന്നിൽ മറ്റു സ്ഥാനാർത്ഥികൾ തോറ്റു തുന്നം പാടി. ജനം ഐക്യകണ്ഠേനെ വിഡ്ഢികളുടെ പാപ്പായെ തിരഞ്ഞെടുത്തു. ആശ്ചര്യവും അഭിനന്ദനവും ഉച്ചകോടിയിലെത്തി. സദസ്സാകെ ചിരിച്ച് തല തല്ലി. വിഡ്ഢിപ്പാപ്പായുടെ പൊട്ടിയ ഇടതുകണ്ണിന് പുരികമില്ലായിരുന്നു. അതിന്റെ സ്ഥാനത്ത് ഒരു മാംസകഷണം തൂങ്ങിക്കിടക്കുന്നത് സദസ്യരുടെ സവിശേഷ ശ്രദ്ധയെ ആകർഷിച്ചു. വരിതെറ്റിയ പല്ലുകൾക്കിടയിൽ ആനക്കൊമ്പ് പോലെ വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന കോന്ത്രം പല്ലും ബഹുവിചിത്രം തന്നെ. ശരീരത്തിന്റെ വടിവാകട്ടെ അതിനേക്കാൾ രസകരം. നട്ടെല്ല് വില്ലുപോലെ വളഞ്ഞ് മാറിടം മുന്നോട്ട് തള്ളിയിട്ടുണ്ട്. ശരീരത്തിന്റെ വലിപ്പം അസാധാരണം. ആനത്തലയോളമുണ്ട് അവന്റെ തല. ചെമ്പിച്ച് ഏഴ്ന്നു നിൽക്കുന്ന തലമുടി. രാക്ഷസന്റേതുപോലുള്ള കൈയും കാലും. വൈരൂപ്യവും ശക്തിയും അവനിൽ ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്നു. വർണ്ണനാതീതമായ അവന്റെ വൈരൂപ്യം ജനശ്രദ്ധ പിടിച്ചുപറ്റി. കാണികൾ നിലവിളിച്ചു, ഇവൻ നമ്മുടെ ക്വാസിമോദോ ആണ്. നോത്രദാമിലെ കൂനൻ, പള്ളിമണി അടിക്കുന്നവൻ, ഒറ്റക്കണ്ണൻ ക്വാസിമോദോ, മുടന്തൻ ക്വാസിമോദോ. അതിനിടയിൽ ജനക്കൂട്ടത്തിൽ നിന്നൊരു മുന്നറിയിപ്പ് കേട്ടു. ഗർഭിണികൾ ആരും ഇവനെ നോക്കരുത്, അപകടം സംഭവിക്കും. ചില സ്ത്രീകൾ ഉടനെ മുഖം പൊത്തി. വൃത്തികെട്ട ജന്തു, ഒരാൾ അഭിപ്രായപ്പെട്ടു. വൃത്തികെട്ടവനും പരമദുഷ്ടനും മറ്റൊരാൾ പറഞ്ഞു. ഒരു സ്ത്രീ അവളുടെ അടുത്ത് നിന്നവരോട് പരാതി പറഞ്ഞു, ഈ രാക്ഷസനെ കൊണ്ട് ഞങ്ങൾ സഹികെട്ടു. ഇഷ്ടമില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ ജന്തുവിനെ കാണാതിരിക്കാൻ പറ്റില്ല. എന്തു ചെയ്യാൻ? ഞങ്ങളുടെ വീട് നോത്രദാം പള്ളിയുടെ അടുത്തായി പോയി. മച്ചിന്റെ മുകളിൽ കയറി ഇവൻ നടക്കുമ്പോൾ ഭൂമി പോലും കുലുങ്ങിപ്പോകും. ഒരു വിദ്യാർത്ഥി അവന്റെ അടുത്ത് ചെന്ന്, എടാ വൃത്തികെട്ട കൂന എന്ന് വിളിച്ചു പരിഹസിച്ചു. ആളുകളെ അത്ഭുത പരതന്ത്രരാക്കിക്കൊണ്ട് ക്വാസിമോദോ തൽക്ഷണം അവനെ അരക്കു പിടിച്ച് പൊക്കിയെടുത്ത് ആൾക്കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു ദീനരോദനം കേട്ട് ആളുകൾ നടുങ്ങിപ്പോയി. അവന്റെ ശക്തിപ്രകടനം കണ്ട് ആശ്ചര്യചകിതനായ കോപ്പനോൾ അവന്റെ അടുത്തേക്ക് ചെന്ന്, മികവുറ്റ ഒരു വിരൂപനെ കാണാൻ ഭാഗ്യം സിദ്ധിച്ചത് ഇന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അഭിനന്ദിച്ചു.
അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആ ഭീമാകാരന്റെ തോളിൽ തട്ടിക്കൊണ്ട് അയാൾ ചോദിച്ചു, എന്താ ചങ്ങാതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ക്വാസിമോദോ എന്തു പറയുമെന്നറിയാൻ കോപ്പനോൾ കാത്തുനിന്നു. അല്പം കഴിഞ്ഞ് അയാൾ ചോദിച്ചു, എന്താ നിനക്ക് ചെവി കേൾക്കാൻ പാടില്ലേ? അപ്പോൾ ഒരു വൃദ്ധ പറഞ്ഞു, ക്വാസിമോദോ പൊട്ടനാണ്. അത് കേട്ട് കോപ്പനോൾ അഭിപ്രായപ്പെട്ടു, എന്തുകൊണ്ടും വിഡ്ഢികളുടെ മാർപ്പാപ്പയാകാൻ ഇവൻ തന്നെ അർഹൻ. ക്വാസിമോദോയെ അടുത്ത് കാണാൻ വേണ്ടി തൂണിന്റെ മുകളിൽ നിന്നും താഴേക്കിറങ്ങി വന്ന ഷെഹാൻ പറഞ്ഞു, ഇവനെന്റെ ജ്യേഷ്ഠന്റെ പള്ളിമണി അടുപ്പുകാരനാണ്. നേരത്തെ ക്വാസിമോദോയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വൃദ്ധ ഇങ്ങനെ തുടർന്നു, നോത്രദാം പള്ളിയിലെ മണിമുഴക്കം കേട്ടുകൊണ്ടാണ് ഇവൻ പൊട്ടനായി പോയത്. ആരോടും മിണ്ടാറില്ലെങ്കിലും ഇവൻ ഓമയല്ല. അനന്തരം വിഡ്ഢികളുടെ പോപ്പിനായി ഒരുക്കി വെച്ചിരുന്ന കോമാളി വേഷവും കിരീടവും ക്വാസിമോദോയെ അണിയിപ്പിച്ചു. അവൻ യാതൊരു വൈമനസ്യവും പ്രകടിപ്പിച്ചില്ല. അപ്പോൾ അവന്റെ മുഖത്ത് തെല്ലൊരു അഭിമാനം കളിയാടിയിരുന്നു. കണ്ടാൽ ആരും ചിരിച്ചു പോകുന്നൊരു വിചിത്ര വേഷം കൂടിയായപ്പോൾ അവന്റെ വൈരൂപ്യം മിന്നിത്തിളങ്ങി. ഘോഷയാത്രയ്ക്കുള്ള ഏർപ്പാടുണ്ടായി. വിഡ്ഢി സഹോദര സമാജത്തിൽപ്പെട്ട 12 വിഡ്ഢി സഹോദരന്മാർ ചേർന്ന് അവനെ ഒരു മഞ്ചത്തിലിരുത്തി ചുമന്നുകൊണ്ട് നീങ്ങി. ഘോഷയാത്രയിൽ ഭൂരിപക്ഷവും മോഷ്ടാക്കളും കൊള്ളക്കാരും ഉൾപ്പെട്ട സാമൂഹ്യ വിരുദ്ധരായിരുന്നു. ഘോഷയാത്ര ആരംഭിച്ചപ്പോൾ റോഡിന്റെ ഇരുവശത്തും തടിച്ചുകൂടി നിന്നിരുന്ന ആളുകൾ ആഹ്ലാദ പ്രകടനങ്ങളോടെ വിഡ്ഢികളുടെ പോപ്പിന് വരവേൽപ്പ് നൽകി. കോപ്പനോളും ക്വാസിമോദോയും ഹാൾ വിട്ടിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഗ്രീൻഷോറിന് സമാധാനമായി. ഇനി നാടകം തുടങ്ങാം എന്നായിരുന്നു അദ്ദേഹം ആശിച്ചത്. പക്ഷേ നാടകകൃത്തിനെ നൈരാശ്യത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഹാളിൽ തടിച്ചുകൂടി നിന്നിരുന്ന സദസ്യരിൽ ഏറിയ പങ്കും കൂട്ടം കൂട്ടമായി ക്വാസിമോദോയുടെ പിന്നാലെ തെരുവിലേക്കിറങ്ങി. ഹാളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കാകട്ടെ നാടകം കാണാൻ യാതൊരു താല്പര്യവുമുള്ളതായി തോന്നിയില്ല. അവർ ജനാലപ്പടികളിൽ കയറിയിരുന്ന് തെരുവിലേക്ക് കണ്ണും നട്ട് ക്വാസിമോദോയുടെ ജൈത്രയാത്ര നോക്കി രസിക്കുന്നത് കണ്ടു. ഗ്രീൻഷോർ അമർഷത്തോടെ ഹാളിലാകെ ഒന്ന് കണ്ണോടിച്ചു. ഒറ്റ തിരിഞ്ഞും കൂട്ടം കൂടിയും നിന്നിരുന്ന കുറെ പേരെ കണ്ട് അദ്ദേഹം ആശ്വസിച്ചു. തന്റെ നാടകം കാണുന്നതിന് കുറച്ചു പേരെങ്കിലും ഉണ്ടല്ലോ എന്ന്. ഇവർ തന്നെയാണ് യഥാർത്ഥ സഹൃദയർ. ഇവരുടെ അഭിപ്രായത്തിനാണ് ഞാൻ വില കൽപ്പിക്കുന്നത്. നാടകം ഉടനെ തുടങ്ങണം. ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല. ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജനാലപ്പടിയിൽ ഇരിപ്പുറപ്പിച്ചിരുന്ന ഏതാനും വിദ്യാർത്ഥികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലാ എസ്മറാൽദ, ലാ എസ്മറാൽദ. ഹാളിന് പുറത്ത് കരഘോഷം മുഴങ്ങിക്കേട്ടു. അതോടൊപ്പം തന്നെ ഹാളിനുള്ളിലാകെ ബഹളവുമായി. ഇടിമുഴക്കത്തിന്റെ അകമ്പടിയോടെ അരങ്ങത്ത് വരേണ്ട ജൂപ്പിറ്റർ പോലും ഹാളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കണ്ട് ഗ്രീൻഷോർ നടനോട് കയർത്തു, നിങ്ങൾ എന്തിനിവിടെ നിൽക്കുന്നു? കയറൂ സ്റ്റേജിലേക്ക്. എന്താ നാടകം തുടങ്ങാത്തത്? ജൂപ്പിറ്ററിന്റെ വേഷത്തിൽ നിന്നിരുന്ന നടൻ വിലപിച്ചു. സ്റ്റേജിലേക്ക് കയറാനുള്ള ഗോവണിപ്പടി വിദ്യാർത്ഥികൾ എടുത്തുകൊണ്ട് പൊയ്ക്കളഞ്ഞു. അവർ അതിൽ കയറി നിന്നുകൊണ്ട് എസ്മറാൾദയെ നോക്കി രസിക്കുകയാണ്. ഗ്രീൻഷോർ സ്വയം പറഞ്ഞു, പാരീസിലെ ആളുകൾ ഒരു വകയ്ക്കും കൊള്ളാത്തവരാണ്. നാടകം കാണാനെന്നും പറഞ്ഞ് തള്ളിക്കയറി വന്നു. എന്നാൽ അവരുടെ താല്പര്യം കർദിനാളിലും കോപ്പനോളിലും കോസിമോദോയിലും മറ്റുമാണ്. ഇപ്പോഴിതാ ഒരു പുതിയ മാരണം കൂടി വന്നിരിക്കുന്നു. ലാ എസ്മറാൽദ. പിയർ ഗ്രീൻഷോർ നീതിന്യായ ഹാളിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. അന്ന് രാത്രി അദ്ദേഹം തന്റെ താമസ സ്ഥലത്തേക്ക് പോകാൻ മടിച്ചു. വാടക കുടിശ്ശികയായിരുന്നു കാരണം. കൊടും തണുപ്പത്ത് താൻ എവിടെ തങ്ങും എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടി. പെട്ടെന്ന് അദ്ദേഹം ഓർത്തു, തനിക്ക് പരിചയമുള്ള ഒരു പാർലമെന്റ് അംഗത്തിന്റെ വീട്ടുപടിക്കൽ കുതിരയെ തളയ്ക്കാനുള്ള ഒരു കല്ല് കിടപ്പുണ്ട്. അത് തന്നെയാണ് ഒരു തെണ്ടിക്കോ കവിക്കോ യോജിച്ച തലയിണ. പിന്നെ മടിച്ചു നിന്നില്ല. അദ്ദേഹം പാർലമെന്റ് അംഗത്തിന്റെ ഭവനം ലാക്കാക്കി നടന്നു. ഒരു വലിയ ആരവം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. വിഡ്ഢികളുടെ പാപ്പായെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ രക്തം തിളച്ചു. അമർഷത്തോടെ അദ്ദേഹം പ്ലാസ്ത് ഗ്രേവ് ലക്ഷ്യമാക്കി നടന്നു. ഒരു നാൽക്കവലയ്ക്ക് സമീപം എത്തിയപ്പോൾ കുറെ പേർ അവിടെ വട്ടമിട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചു. തീക്കൂനയ്ക്ക് ചുറ്റുമിരുന്ന് തീ കായുകയായിരിക്കുമെന്ന് ആദ്യം കരുതി. തനിക്കും ശരീരമൊന്ന് ചൂട് പിടിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹവും അങ്ങോട്ടടുത്തു. ആൾക്കൂട്ടത്തിനടുത്തെത്തിയപ്പോഴാണ് നൃത്തം ചെയ്യുന്ന ഒരു യുവസുന്ദരിയാണ് അവരുടെ ആകർഷണ കേന്ദ്രമെന്ന് മനസ്സിലായത്. കണ്ണഞ്ചിക്കുന്ന ആ കാഴ്ച അദ്ദേഹത്തെയും ആകർഷിച്ചു കഴിഞ്ഞു. അവളൊരു വനദേവതയോ അതോ ഒരു മനുഷ്യ ബാലികയോ എന്ന്
ഗ്രിൻഷോറിന് ആദ്യം നിർണയിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ. നിലത്ത് വിരിച്ചിരുന്ന ഒരു പരവതാനിയിലാണ് അവൾ നൃത്തം ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്ക് പൊക്കം അധികമില്ലായിരുന്നു. അതിമനോഹരമായ വടിവുള്ള കൊഴുത്ത കൈകൾ കൊണ്ട് തലയ്ക്കു മുകളിൽ പൊക്കിപ്പിടിച്ചിരുന്ന തബ്ബ് അവൾ കൊട്ടിക്കൊണ്ടിരുന്നു. അതിവേഗം വട്ടം ചുറ്റി നൃത്തം ചെയ്തുകൊണ്ടിരുന്ന അവളുടെ നഗ്നമായ ചുമലുകളിൽ ഇടയ്ക്കിടയ്ക്ക് മേലങ്കി ഇളകുമ്പോൾ കാണാനിടയായ കടഞ്ഞെടുത്തതുപോലെയുള്ള കാൽവണ്ണകളിലും ഗ്രിൻഷ്വാറിന്റെ ദൃഷ്ടി പതിഞ്ഞു. നൃത്തം ചെയ്യുന്നതിനിടയിൽ അവളുടെ കെട്ടിവെച്ചിരുന്ന മുടിക്കെട്ട് അഴിയുകയും ഒരു പിച്ചള കഷണം നിലത്തു വീഴുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മതിഭ്രമം അതോടെ തീർന്നു. താൻ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത് ഒരു അമാനുഷികയായിരുന്നില്ലെന്ന് ബോധ്യമായി. അവൾ ഒരു ജിപ്സിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാണികൾക്ക് ഹരം പകർന്നുകൊണ്ട് അവൾ നൃത്തം തുടർന്നു. കുറച്ചു കഴിഞ്ഞ് എല്ലാവരെയും ആനന്ദസാഗരത്തിൽ ആറാടിച്ച് നൃത്തം മതിയാക്കിയിട്ട് അവൾ ചില അഭ്യാസങ്ങൾ കാണിക്കാൻ ആരംഭിച്ചു. അവൾ നിലത്തു കിടന്ന 2 വാളുകൾ എടുത്തു. അവയുടെ മുന നെറ്റിക്കൂന്നി നിർത്തിക്കൊണ്ട് അവൾ ഒരു വശത്തേക്ക് തിരിഞ്ഞപ്പോൾ അവ മറുവശത്തേക്ക് തിരിയുന്ന അഭ്യാസം കാണിച്ചു. അത് കണ്ട ആളുകൾ അത്ഭുത സ്തബ്ധരായി. പ്രകടനം തീർന്നയുടൻ ഉത്സാഹഭരിതരായ കാണികൾ നീണ്ടുനിന്ന കരഘോഷം മുഴക്കി അവളെ അഭിനന്ദിക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞ് ആ ബൊഹീമിയൻ സുന്ദരി ജാലി എന്ന് വിളിച്ചു. അവളുടെ സ്വരം കേട്ട മാത്രയിൽ ഒരു വെളുത്ത് മനോഹരമായ ഒരു കൊച്ചു കോലാട് ചാടി എഴുന്നേറ്റു. അതൊരു മൂലയ്ക്ക് വിരിച്ചിട്ടിരുന്ന പരവതാനിയിൽ ചടഞ്ഞിരുന്ന് നൃത്തം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവളുടെ അടുത്തേക്ക് ചെന്നു. അതിന്റെ കൊമ്പിലും കുളമ്പിലും സ്വർണ്ണ നിറമുള്ള ചായം പൂശിയിരുന്നു. ബൊഹീമിയൻ യുവതി ആട്ടിൻകുട്ടിയോട് ചോദിച്ചു, ജാലി, ഈ മാസം ഏതാണെന്ന് പറയൂ. അത് തന്റെ ഒരു കാല് പൊക്കി 6 തവണ നിലത്ത് കിടന്ന് തബ്ബിൽ കൊട്ടി. അവൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, ജാലി, ഇപ്പോൾ മണി എത്രയായി? ആട്ടിൻകുട്ടി തബ്ബിൽ 7 കൊട്ടുകൊട്ടി. തൽക്ഷണം നാൽക്കവലയിലെ മണി 7 അടിച്ചു. ആളുകൾ ആശ്ചര്യപ്പെട്ടുപോയി. ഇതൊക്കെ ആഭിചാരമാണ് എന്ന് ആൾക്കൂട്ടത്തിൽ ആരോ വിദ്വേഷസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. ആ ബൊഹീമിയൻ സുന്ദരിയെ ഇമവെട്ടാതെ നോക്കി നിന്ന കഷണ്ടിക്കാരന്റെ ശബ്ദം അവളെ നടുക്കിക്കളഞ്ഞു. അല്പനേരം അവൾ പ്രജ്ഞയറ്റതുപോലെ നിന്നു. ആ ശബ്ദം ആൾക്കൂട്ടത്തിന്റെ കൈയടിയിൽ അമർന്നുപോയി. പ്രതിഷേധം പ്രകടിപ്പിച്ച ആളിന്റെ നേർക്ക് അവൾ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് മുഖം തിരിച്ച് തന്റെ കോലാടിനോട് ചോദിച്ചു, ജാലി, കന്യാമറിയത്തിന്റെ ശുദ്ധീകരണ ദിനത്തിലെ ഘോഷയാത്രയിൽ സൈനിക തലവൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കാണിച്ചതാ. ഉടൻ തന്നെ ജാലി പുറം കാലുകളിൽ എഴുന്നേറ്റു നിന്നു. എന്നിട്ട് ശബ്ദിക്കാനും നടക്കാനും തുടങ്ങി. ഈ അനുകരണം കണ്ട് ആളുകൾ പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. ആഹ്ലാദ പ്രകടനങ്ങൾക്കിടയിൽ അവൾ തുടർന്നു, ജാലി, സർക്കാർ വക്കീൽ ഷാക്കീൽ ഷൊർമോണും വൈദിക കോടതിയിൽ പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമോ? ഉടൻ തന്നെ ആട് പൃഷ്ഠം നിലത്തുറപ്പിച്ചുകൊണ്ട് ശബ്ദിച്ചു. അതോടൊപ്പം മുൻകാലുകൾ വിചിത്രമായി ചലിപ്പിക്കാനും തുടങ്ങി. ഇവൾ അവിശ്വാസിയാണ്. ഇവൾ നമ്മുടെ മതത്തെ അധിക്ഷേപിക്കുന്നു, കഷണ്ടിക്കാരൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവൾ വീണ്ടും ആ മനുഷ്യനെ ശ്രദ്ധിച്ചു. അത് അയാൾ തന്നെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ നോക്കിയിട്ട് അവൾ തന്റെ കയ്യിലിരുന്ന തബ്ബ് ആളുകളുടെ നേരെ നീട്ടിപ്പിടിച്ചു. തബ്ബിൽ ചെമ്പ് നാണയങ്ങളും വെള്ളി നാണയങ്ങളും ധാരാളം വീഴാൻ തുടങ്ങി. അവൾ ഗ്രിൻഷ്വാറിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം കീശയിൽ തപ്പുന്നത് കണ്ട് അവൾ നിന്നു. അദ്ദേഹത്തിന്റെ കീശ ശൂന്യമായതിനാൽ അദ്ദേഹം ദുഃഖിതനായി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം അദ്ദേഹത്തിന്റെ മാനം രക്ഷിച്ചു. പെട്ടെന്ന് ആ സ്ഥലത്തെ ഏറ്റവും ഇരുണ്ട മൂലയിൽ നിന്നും പ്രതികാര കലുഷിതമായ ഒരു പരുപരുത്ത ശബ്ദം ഉയർന്നു കേട്ടു. ഈജിപ്തുകാരി, നീ ഇപ്പോഴും ഈ സ്ഥലത്തുണ്ടോ? ആ ചോദ്യം ജിപ്സിയെ പേടിപ്പിച്ചു കളഞ്ഞു. അത് മനസ്സിലാക്കിയ കുട്ടികൾ പറഞ്ഞു, അത് റോളണ്ടിന്റെ ബംഗ്ലാവിലെ ഭ്രാന്തിയാണ്. അവൾക്ക് കഴിക്കാൻ അത്താഴമൊന്നും കിട്ടിയിട്ടില്ലായിരിക്കും. അന്നേരം ജിപ്സിക്കുണ്ടായ അമ്പരപ്പിനിടയിൽ പിയർ ഗ്രിൻഷ്വാർ സ്ഥലം വിട്ടു. അത്താഴത്തിന്റെ കാര്യം കുട്ടികൾ പറഞ്ഞപ്പോഴാണ് താൻ അത്താഴം കഴിച്ചില്ല എന്ന് അദ്ദേഹം ഓർത്തത്. പലതും ആലോചിച്ചുകൊണ്ട് നിന്നു. ആവശ്യങ്ങൾ പലതും ഞെരുക്കുന്നുണ്ടായിരുന്നു. പ്ലാസ്ത് ഗ്രേവിൽ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം വലിയൊരു ആരവം കേട്ട് മനോരാജ്യത്തിൽ നിന്നുണർന്നു. ആ സമയത്ത് വിഡ്ഢികളുടെ പാപ്പായെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പ്രധാന വീഥികളെല്ലാം കടന്ന് തീപ്പന്തങ്ങളോടും ആർപ്പ് വിളികളോടും കൂടി
പ്ലാസ്തഗ്രേവിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. നീതിന്യായ കൊട്ടാര ഹാളിൽ നിന്നും പുറപ്പെട്ട ഈ ഘോഷയാത്രയിൽ മാർഗമധ്യേ പാരീസിലെ സാമൂഹ്യ വിരുദ്ധരെല്ലാം കൂടിയിരുന്നു. പരിഹാസ്യമായ ഈ ഘോഷയാത്രയുടെ ഏറ്റവും മുമ്പിൽ കുതിരപ്പുറത്ത് ഈജിപ്തിലെ ഡ്യൂക്ക് സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ പ്രഭുക്കന്മാരാവട്ടെ കാൽനടയായി കടിഞ്ഞാണിൽ പിടിച്ചുകൊണ്ട് അകമ്പടി സേവിച്ചു. ഡ്യൂക്കും പ്രഭുക്കന്മാരും സാധാരണക്കാരും എല്ലാവരും ധരിച്ചിരുന്നത് കീറിപ്പറഞ്ഞ മുഷിഞ്ഞ വേഷം തന്നെ. ഡ്യൂക്കിനു പിന്നിൽ ഫ്രാൻസിലെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും നിരകൾ നീങ്ങി. തൊട്ടുപിറകെ ഗലീലി സാമ്രാജ്യക്കാരായിരുന്നു. അവരുടെ രാജാവ് മദ്യപിച്ച് ലക്കുകെട്ടിരുന്നു. വിഡ്ഢി സഹോദര സംഘത്തിലെ ഭാരവാഹികൾ തന്നെയാണ് ക്വാസിമോദോയുടെ മഞ്ചം ചുമന്നുകൊണ്ട് നടന്നത്. തന്റെ സിംഹാസനത്തിൽ അവൻ ദണ്ട്, മേലങ്കി, കിരീടം എന്നിവ കൊണ്ട് പ്രശോഭിതനായിരുന്നു. ജീവിതത്തിൽ അന്നുവരെ അവഗണനയും വെറുപ്പും മാത്രം ലഭിച്ചിട്ടുള്ള ഒരുവൻ തെല്ലൊരഭിമാനത്തോടെ ശിരസുയർത്തി ഞെളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവന് ചെവി കേൾക്കാൻ പാടില്ലായിരുന്നുവെങ്കിലും ആൾക്കാരുടെ ആർപ്പവിളിയിൽ ആനന്ദിച്ചു. ആക്ഷേപം നിറഞ്ഞ സ്തുതികളും പരിഹാസം കലർന്ന ആദരവും എല്ലാം അവൻ കാര്യമായി ഏറ്റുവാങ്ങി. ചുറ്റുമുള്ള ജനസഞ്ചയം മോഷ്ടാക്കളും യാചകരും സാമൂഹ്യ വിരുദ്ധരുമടങ്ങിയ സമൂഹമാണെന്നത് അവനൊരു പ്രശ്നമേ ആയിരുന്നില്ല. വികൃതവും വിഷാദമലിനവുമായ അവന്റെ മുഖത്ത് ജീവിതത്തിൽ അന്നാദ്യമായി അപൂർവമായ ഒരു ആനന്ദം കളിയാടി. ക്വാസിമോദോയെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പ്ലാസ്തഗ്രേവ് കവല പിന്നിട്ട നിമിഷത്തിൽ ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ പെട്ടെന്ന് മുന്നോട്ട് ചാടി വരികയും ക്വാസിമോദോയുടെ കയ്യിലിരുന്ന ദണ്ട് തട്ടിപ്പറിക്കുകയും ചെയ്തു. അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. പുരോഹിതന്മാരുടെ രീതിയിൽ വസ്ത്രം ധരിച്ചിരുന്ന അദ്ദേഹം നേരത്തെ ജിപ്സി യുവതിയോട് വെറുപ്പ് പ്രകടിപ്പിച്ച കഷണ്ടിത്തലയൻ തന്നെ. ആൾത്തിരക്കിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തെ ഗ്രീൻഷ്വാർ തിരിച്ചറിഞ്ഞു. സംഭ്രമത്തോടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇത് ഹെർമിസിലെ എന്റെ ഗുരുവായ ആർച്ച് ഡീക്കൻ ഡോം ക്രോത്ത് ഫ്രോളോ ആണ്. ഒറ്റക്കണ്ണൻ രാക്ഷസന്റെ പിടിയിൽപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞത് തന്നെ. അവൻ ഇദ്ദേഹത്തെ പച്ചയ്ക്ക് തിന്നുകളയും. ഗായകനായ കോസിമോദോ മഞ്ചത്തിൽ നിന്നും പുറത്തേക്ക് ചാടി. ജനക്കൂട്ടത്തിൽ നിന്നും ഭയാക്രാന്തമായ നിലവിളികൾ പൊട്ടിപ്പുറപ്പെട്ടു. പുരോഹിതനെ കഷണം കഷണമായി കീറുന്നത് കാണാതിരിക്കാൻ വേണ്ടി സ്ത്രീകൾ മുഖം പൊത്തി. ഒറ്റ കുതിപ്പിന് അവൻ അദ്ദേഹത്തിന്റെ മുമ്പിലെത്തി. വിനയത്തോടെ കുമ്പിട്ട് നിൽക്കുന്നത് കണ്ട് ഗ്രീൻഷ്വാർ അത്ഭുത സ്തബ്ധനായി. പുരോഹിതൻ ക്വാസിമോദോയുടെ കിരീടം വലിച്ചു പറിച്ചു കളഞ്ഞു. അവൻ ധരിച്ചിരുന്ന കൃത്രിമ കസവു വസ്ത്രം കീറിയെറിഞ്ഞു. അപ്പോഴും ക്വാസിമോദോ കൈകൂപ്പി തല കുനിച്ചു നിന്നതേയുള്ളൂ. അവർ തമ്മിൽ ആംഗ്യങ്ങൾ കൊണ്ടുള്ള വിചിത്ര സംഭാഷണം നടന്നു. ഒടുവിൽ പുരോഹിതൻ ക്വാസിമോദോയുടെ ബലിഷ്ഠമായ തോളിൽ ഇടിച്ചു കുലുക്കിക്കൊണ്ട് പിറകെ നടക്കാൻ ആംഗ്യം കാണിച്ചു. അതിനിടെ തങ്ങളുടെ നേതാവിനെ രക്ഷിക്കുന്നതിന് വിഡ്ഢി സഹോദര സംഘത്തിൽപ്പെട്ടവരും മറ്റുള്ളവരും ചേർന്ന് ആർച്ച് ഡീക്കനെ വളഞ്ഞു. അത് കണ്ട് കോപത്തോടെ ക്വാസിമോദോ കുപിതനായ കടുവയെ പോലെ പല്ല് കടിച്ചു. അവൻ തന്റെ ഉരുക്കുമുഷ്ടി ചുരുട്ടിക്കൊണ്ട് ആക്രമണകാരികളുടെ നേർക്ക് തുറിച്ചു നോക്കി. ഉടൻ തന്നെ ജനക്കൂട്ടം രണ്ടുപേർക്കും കടന്നു പോകാൻ തരത്തിൽ വഴി കൊടുത്തു. രണ്ടുപേരും ഒരിരുണ്ട ഇടുങ്ങിയ തെരുവിലേക്കാണ് പോയത്. അവരെ പിന്തുടരുവാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായില്ല. എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഗ്രീൻഷ്വാർ അറിയാതെ പറഞ്ഞുപോയി, ആശ്ചര്യം. ജിപ്സി യുവതി അവളുടെ കോലാടിനെയും കൊണ്ട് റോജ് കുത്തരയിലേക്ക് തിരിയുന്നത് കണ്ട് അതേ തെരുവിലേക്ക് ഗ്രീൻഷ്വാറും യാത്ര തിരിച്ചു. എന്തും വരട്ടെ, അവളെ പിന്തുടരുക തന്നെ എന്ന് അദ്ദേഹം മനസ്സിലുറച്ചു. അവളെ പിന്തുടരുവാൻ പ്രത്യേകിച്ചൊരു കാരണവുമില്ലായിരുന്നുവെങ്കിലും അദ്ദേഹം ചിന്താവിഷ്ടനായി അവളുടെ പിന്നാലെ നടന്നു. അന്നേരം പീടിക ഉടമസ്ഥന്മാർ പീടികകൾ അടച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. വളരെ വൈകിപ്പോയതിനാൽ അവൾ നടപ്പിന് വേഗം കൂട്ടി. അവളോടൊപ്പം മനോഹരമായ കൊച്ചു കോലാടും തത്തി തത്തി വേഗത്തിൽ നടന്നു. തെരുവ് വിജനമായിരുന്നു. അവളാകട്ടെ ഇരുട്ടത്ത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സുപരിചിതമായ വഴിയിലെന്ന പോലെ നിഷ്പ്രയാസം മുന്നോട്ടു നീങ്ങി. ഈ സമയം കൊണ്ട് അദ്ദേഹം അവളുടെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിരുന്നു. 2-3 തവണ അവൾ തല തിരിച്ച് തെല്ലൊരസ്വസ്ഥതയോടുകൂടെ അദ്ദേഹത്തെ നോക്കുകയുണ്ടായി. ഒരു റൊട്ടിക്കിടങ്ങിന്റെ അടുത്തെത്തിയപ്പോൾ വഴിമധ്യേ ഒന്ന് നിന്നു. പകുതി തുറന്ന വാതിലിലൂടെ വീണ പ്രകാശകിരണത്തിന്റെ സഹായത്തോടെ അവൾ അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. മുഖം വീർപ്പിക്കുകയും ചെയ്തു. അവളുടെ മുഖത്ത് വെറുപ്പും അനിഷ്ടവുമാണ് നെള്ളിച്ചിരുന്നതെന്ന് ഗ്രീൻഷ്വാറിന് മനസ്സിലായി. അവൾ മറ്റൊരു തെരുവിലേക്കുള്ള തിരിവിലെത്തിയപ്പോൾ
കരളലിയിക്കുന്ന ഒരു കരച്ചിൽ കേട്ട് അദ്ദേഹം നടുങ്ങിപ്പോയി. തെരുവ് ഇരുളടഞ്ഞതായിരുന്നുവെങ്കിലും അടുത്തുള്ളൊരു കുരിശുപള്ളിയിൽ എണ്ണയിൽ മുക്കി കത്തിച്ചു വെച്ചിരുന്ന ഒരു തിരിയുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് ബൊഹീമിയൻ യുവതിയെയും അവളുടെ നിലവിളികളെ അമർത്താൻ ശ്രമിക്കുന്ന 2 പുരുഷന്മാരെയും കാണാൻ കഴിഞ്ഞു. അവൾ അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ടായിരുന്നു. പാവം ആട്ടിൻകുട്ടി ഈ രംഗം കണ്ട് ദയനീയമായി വിലപിച്ചു. അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഗ്രിൻഷ്വാർ ധൈര്യപൂർവ്വം മുന്നോട്ട് നടന്നു ചെന്നു. അവരിലൊരാൾ അദ്ദേഹത്തിന്റെ നേർക്ക് തിരിഞ്ഞു. അത് ക്വാസിമോദോ ആയിരുന്നു. അവന്റെ ഭയാനകമായ മുഖം കണ്ടിട്ടും അദ്ദേഹം ഓടി അകന്നില്ല. ക്വാസിമോദോ പുറം കൈകൊണ്ട് അദ്ദേഹത്തിനൊരടി കൊടുത്തു. അടികൊണ്ട അദ്ദേഹം കറങ്ങി 3 ആര അകലെ കറങ്ങി അടിച്ചു വീണു. ഞൊടിയിടയിൽ അവൻ പുറകോട്ട് പാഞ്ഞു ചെന്ന് ജിപ്സി യുവതിയെ പിടികൂടുകയും അവളെ ഒരു കൈയിൽ എടുത്തുകൊണ്ട് അകന്നു പോവുകയും ചെയ്തു. അവന്റെ കൂടെ ഉണ്ടായിരുന്നയാൾ അവനെ അനുഗമിച്ചു. പാവം കോലാട് പിന്നെയും ഉറക്കെ കരഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ ഓടി. എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ എന്ന് ജിപ്സി യുവതി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത തെരുവിൽ നിന്നും പാഞ്ഞെത്തിയ ഒരു അശ്വഭടൻ ഇടിവെട്ടുന്ന ശബ്ദത്തിൽ അലറി. രാജാവിന്റെ സൈന്യത്തിലെ പീരങ്കിപ്പടത്തലവനായിരുന്നു അത്. അമ്പരന്ന് നിന്നുപോയ ക്വാസിമോദോയുടെ പിടിയിൽ നിന്നും അദ്ദേഹം ബൊഹീമിയൻ യുവതിയെ മോചിപ്പിക്കുകയും തന്റെ കുതിരപ്പുറത്ത് കയറ്റിയിരുത്തുകയും ചെയ്തു. അടുത്ത നിമിഷത്തിൽ സേനാനായകന്റെ തൊട്ടുപിറകിൽ സഞ്ചരിച്ചിരുന്ന സായുധരായ ഒരു സംഘം സൈന്യർ അവിടെ എത്തിച്ചേർന്നത് കാരണം ക്വാസിമോദോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ക്വാസിമോദോയെ വളഞ്ഞു പിടികൂടി അവർ ബന്ധിച്ചു. ഈ വഴക്കിനിടയിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നയാൾ കടന്നു കളഞ്ഞു. ബൊഹീമിയൻ സുന്ദരിയാകട്ടെ യാതൊരു കൂസലും കൂടാതെ സൈനിക ഉദ്യോഗസ്ഥന്റെ കുതിരപ്പുറത്ത് നിവർന്നിരുന്നു. അവൾ നന്ദിപൂർവ്വം അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. പതിവിലധികം മാധുര്യം തന്റെ ശബ്ദത്തിൽ പകർന്നുകൊണ്ട് അവൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ്? ക്യാപ്റ്റൻ ഫ്വാബു എന്ന് പറഞ്ഞ് അദ്ദേഹം കുറച്ചുകൂടി നിവർന്നിരുന്ന് മേൽമീശ പിരിക്കുന്നതിനിടയിൽ അവൾ കുതിരയുടെ വശത്തുകൂടി ചാടിയിറങ്ങി മിന്നൽ വേഗത്തിൽ എവിടേക്കോ ഓടി മറഞ്ഞു. അങ്ങനെ ജിപ്സി യുവതിയുടെയും ക്വാസിമോദോയുടെയും ആദ്യ കൂടിക്കാഴ്ച കഴിഞ്ഞു.